ഏകദേശം 5 പതിറ്റാണ്ടുകൾക്കു ശേഷം കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ കിഷ്കിന്ധ കുന്നുകളിൽ ഏത് മൃഗത്തിന്റെ സാന്നിധ്യമാണ് വനം വകുപ്പ് സ്ഥിരീകരിച്ചത്? കടുവ. കർണാടകയിലെ കൊപ്പൽ ജില്ലയിലുള്ള ഗംഗാവതി താലൂക്കിലെ തെമ്പ ഗ്രാമത്തിലാണ് കടുവയെ കാണപ്പെട്ടത്. കടുവയുടെ ശാസ്ത്രീയ നാമം പാന്തറ ടൈഗ്രിസ് എന്നാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തി ഇന്ത്യയിലെ കടുവകൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ മഹിളാ കമാൻഡോ കൺവേർഷൻ കോഴ്സ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് ട്രെയിനിങ് അക്കാദമി എവിടെയാണ് ആരംഭിച്ചത്? ഹരിയാനയിലുള്ള മനേസർ. സംസ്ഥാന പോലീസ് സേനകളിൽ നിന്നും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൽ നിന്നും തിരഞ്ഞെടുത്ത വനിതാ ഉദ്യോഗസ്ഥർക്കായി രൂപകൽപ്പന ചെയ്ത 12 ആഴ്ചത്തെ പരിശീലന പരിപാടിയാണിത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഭീകരവിരുദ്ധ സേനയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്. കോമണായിട്ട് ബ്ലാക്ക് കാറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ വധം എന്നിവയ്ക്ക് ശേഷം 1984 NSG രൂപീകരിച്ചത്. 2026 ഓഗസ്റ്റ് 24 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് ഏത് രാജ്യത്തെയാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്? സിറിയ. 1979 ഡിസംബർ 29 മുതൽ സിറിയ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വദേശീയ നോൺ GMO ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള ഹൈബ്രിഡ് വിത്ത് ഉപരാഷ്ട്രപതി എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസുനൂരുവിൽ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെയ്സ് റിസർച്ച്, ഗൂർമെറ്റ് പോപ്കോർണിക്ക എന്നീ സ്ഥാപനങ്ങൾ ചേർന്നാണ് ഈ വിത്തുകൾ വികസിപ്പിച്ചത്. ഏത് ദിവസമാണ് ലോക തടാക ദിനമായി ആചരിക്കുന്നത്? ഓഗസ്റ്റ് 27. 2025 ലോക തടാക ദിനം ആദ്യമായി ആചരിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയാണ് ഓഗസ്റ്റ് 27 ഈ ദിനമായി പ്രഖ്യാപിച്ചത്. ഇതിന് നേതൃത്വം നൽകുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ആണ്. 2026 ഓഗസ്റ്റ് 26 മദർ തെരേസയുടെ എത്രാമത്തെ ജനന വാർഷികമാണ് ആചരിക്കുന്നത്? 116ാമത് ജനന വാർഷികം. 1910 ഓഗസ്റ്റ് 26 അന്നത്തെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന സ്കോപ്പിയയിൽ ആണ് മദർ തെരേസ ജനിച്ചത്. യഥാർത്ഥ പേര് ആഗ്നസ് ഗോൺഷ ബൊയാക്സിയു എന്നാണ്. 1948 മദർ തെരേസ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. 1950 മിഷണറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ചു. 1979 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. 1997 സെപ്റ്റംബർ 5 87 വയസ്സിൽ കൊൽക്കത്തയിൽ വെച്ച് മദർ തെരേസ അന്തരിച്ചു. 2016 സെപ്റ്റംബർ 4 ഫ്രാൻസിസ് മാർപ്പാപ്പ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു.